ജബ് വി മെറ്റ്. രചന ശരണ്യ പൊന്നു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. നീ എന്താ ഇവിടെ? നിനക്ക് അകത്ത് കയറാൻ പെർമിഷൻ തന്ന ആരാ? ഞാൻ ഈ മഹാനെ ഒന്ന് കാണാൻ വന്ന. എനിക്കൊരു കാര്യം പറയാനുണ്ട്. അപ്പൊ ഇവള് ഞാൻ ഓടിക്കാറുള്ള ബ്രദറാണെന്ന് കരുതിയാ സംസാരിക്കുന്നത്. നീ ഒന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കണ്ട, ഇറങ്ങിക്കോ. ഓഫീസിലേക്ക് പെർമിഷൻ ഇല്ലാതെ കയറിയതും പോരാ. ഓഹോ, അപ്പൊ അന്ന് രാത്രി ഇയാളെന്നെ അന്ന് എന്റെ അനുവാദം ചോദിച്ചോ? ജിത്തു പെട്ടെന്ന് സൈലന്റ് ആയി. വാട്ട് ആർ യു സെയിങ്? നീ എന്റെ ഏട്ടനോട് പറഞ്ഞ് ഞാൻ അറിഞ്ഞു. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഗെറ്റ് ഔട്ട് ഓഫ് മൈ ക്യാബിൻ. ഞാൻ പോയിക്കോളാം, പക്ഷെ എനിക്ക് പറയാനുള്ള ഒന്ന് കേൾക്ക്. അന്ന് രാത്രി വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട, ഇറങ്ങി പോടി. ആ, ഞാൻ പോവാ. നേരെ പോകുന്ന പോലീസ് സ്റ്റേഷനിലേക്ക് ആയിരിക്കുന്നു മാത്രം. അല്ലെങ്കിൽ വേണ്ട, മീഡിയ മതി, നോക്കിക്കോ. ഗൗരി ഡോർ തുറന്ന് പുറത്തിറങ്ങി. ഈശ്വര, ഇത് എന്തിന്റെ കുഞ്ഞാണോ എന്തോ. ഞാൻ പറയാൻ വന്നൊന്ന് കേട്ടാലെന്താ? എന്തായി പറഞ്ഞോ? എവിടുന്ന്? ശങ്കരൻ പിന്നെയും തെങ്ങിൽ തന്നെ. അവസാനം ഞാനൊരു പഞ്ച് ഡയലോഗ് അടിച്ചിട്ടാ വന്ന്. ഭാഗ്യമുണ്ടെങ്കിൽ ആ ഈനാ ബീച്ച് തിരിച്ചു വിളിക്കും. ഫിറോസ് അവർ വരും നോക്കി താഴെ നിൽപ്പുണ്ടായിരുന്നു. സാറിനെ കണ്ടോ? എന്തായിരുന്നു കാര്യം? ഓ, അത് വേറൊന്നുമല്ല. നിങ്ങളുടെ സാറ് ഞാൻ തമ്മിൽ ഒടുക്കത്തെ പ്രേമത്തില. ഇപ്പം എൻ്റെ വീട്ടിൽ എനിക്ക് കല്യാണം ആലോചിക്കുന്നു. അത് മുടക്കാൻ എന്ത് ചെയ്യുന്ന ആലോചിച്ച് പോയതാ. ഇവിടെ ആവുമ്പോൾ സേഫ് അല്ലേ? സാറിന് നിന്നോട് കള്ളം പറയണ്ട ഗൗരി, ഞാൻ വിശ്വസിക്കില്ല. സത്യം. സാറ് വരുമ്പോൾ നേരിട്ട് ചോദിച്ചോ? അപ്പോൾ പോട്ടേക്കാ, ഞാൻ വിളിക്കാം. നിന്റെ ഇക്കാൻ്റെ കിളി പറഞ്ഞുള്ള നിൽപ്പ് നോക്കിക്കേ. പാവം, ഇപ്പം അങ്ങേരിട്ട് പോയി ചോദിച്ചാൽ അയാൾ ചവിട്ടി കൂട്ടും. ഗൗരി പറഞ്ഞിട്ട് പോയതിനെ പറ്റി ആലോചിച്ച് നിൽക്കുകയായിരുന്നു ഫിറോസ്. ലിഫ്റ്റിലിറങ്ങി അങ്ങോട്ടേക്ക് ഓടി വരുന്ന ജിത്തുവിനെ കണ്ടപ്പോൾ ഗൗരി പറഞ്ഞ സത്യമാണോ എന്ന് അവന് സംശയം തോന്നി. ഇപ്പൊ രണ്ട് പെൺകുട്ടികൾ ഇതുവഴി പോയില്ലേ? അവരെങ്ങോട്ടാ പോയെന്ന് കണ്ടോ? ജിത്തു സെക്യൂരിറ്റിയോട് തിരക്കുന്ന ഫിറോസ് കേട്ടു. സർ, എന്താണോ? ഗൗരിയെ നീതുവിനാണോ സാറ് നോക്കുന്നത്? അതെ, തനിക്ക് അവരറിയോ? അറിയാം, നീതു എൻ്റെ ലവറാണ്. ഗൗരി എന്നോട് എല്ലാം പറഞ്ഞു. സത്യമാണോ സർ? അവളെല്ലാം പറഞ്ഞോ? ഫിറോസ് പ്ലീസ്, താനിത് ആരോടും പറയരുത്. നമുക്ക് പിന്നീട് വേണ്ട പോലെ കാണാം. ആദ്യം ഞാൻ ഇഷ്യൂ ഒന്ന് സോൾവ് ആക്കട്ടെ. ഇല്ല സർ, എന്നെ വിശ്വസിക്കാം, ഞാൻ ആരോടും പറയില്ല. ജിത്തു തിരികെ ക്യാബിനിലേക്ക് പോയി. അമ്പടാ, അപ്പൊ അവള് പറഞ്ഞത് സത്യമായിരുന്നു അല്ലേ? ഗൗരി ഇത്രയും നേരം തിരിഞ്ഞു നോക്കി നടന്നു. ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല, ഒരു മണ്ണാങ്കട്ടയും വന്നില്ല. അയാൾ നീ പറഞ്ഞൊന്നും വിശ്വസിച്ചിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെയൊന്നും സംഭവിച്ചില്ലെന്ന് അയാൾക്ക് നല്ല ഉറപ്പായിരിക്കും. ഇല്ല, ഞാൻ കണ്ടതാ ആ മുഖത്തെ ടെൻഷൻ. അന്ന് അയാൾ വെറും പാമ്പായിരുന്നു. ഞാനങ്ങോട്ട് കയറി വല്ലതും ചെയ്തിരുന്നെങ്കിൽ കൂടി അയാൾ അറിയായിരുന്നില്ല. എന്നാലും പോയത് വെറുതെ ആയല്ലോ. ഇന്നും പറയാൻ പറ്റിയില്ല. വഴിക്ക് വെച്ച് ഒരു ബേക്കറിയുടെ മുന്നിൽ ആകാശ് നിൽക്കുന്നവർ കണ്ടു. എൻ്റെ അമ്മോ, ആകാശ്! നമ്മളിപ്പോൾ അതുവഴി പോയി അവൻ കാണും. നീ വാ, നമുക്ക് ആ കടയിൽ കയറി എന്തെങ്കിലും നോക്കിക്കൊണ്ട് നിൽക്കാം. കുറച്ച് കഴിയുമ്പോൾ അവൻ പോവായിരിക്കും. പോയില്ലെങ്കിലോ? ഓഫ്, ഡാർക്ക്. പോയില്ലെങ്കിൽ നമുക്ക് വല്ല ഓട്ടോയും പിടിക്കാം. ബേക്കറിയിൽ നിന്ന് കുറച്ച് കവറുകളുമായി ആര്യ ആകാശിൻ്റെ അടുത്തേക്ക് നടന്നു വന്നു. കിട്ടി. ഞാൻ അച്ഛനെ വിളിച്ചു പറഞ്ഞു, ഇനി വൈകണ്ട, ഉടനെ അങ്ങോട്ട് പോകുന്ന അച്ഛൻ പറഞ്ഞു. അളിയനെയൊപ്പം വിളിക്കുന്നുണ്ട്. ഒരു ചെറു ചിരിയോടെ ആര്യ ബൈക്കിൽ കയറി. അവൾ കയറിയതും അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. ഗണേഷ് ഭവനിൽ അവരുടെ സ്ഥിരം പരിപാടിയിൽ എൻഗേജ്ഡ് ആയിരുന്നു ഗൗരിയും നീതു. നിനക്ക് ഉള്ളിയോടെ വേണ്ടേ? വേണേ ഞാൻ എടുത്തോട്ടെ. അയ്യടാ, അതിനെങ്ങാൻ തൊട്ട ഈ ചായ കൊടുന്നതിന് മൊത്തം ഞാൻ ഫേഷ്യൽ ചെയ്യും. അല്ല, നീ കഴിക്കാതെ ഫോണിൽ നോക്കി ഇരിക്കുന്നതുകൊണ്ട് ചോദിച്ചതാണേ. സുഭദ്ര ആൻറ്റിയെ വിളിച്ചിട്ട് എടുക്കുന്നില്ല. ഇനി എവിടെയെങ്കിലും പോയെന്തോ. ആൻറ്റി ചിലപ്പോൾ ഫോൺ വെച്ചിട്ട് പുറത്തെങ്ങനെ നിൽക്കുമായിരിക്കും. നിന്റെ കോൾ കണ്ട് ആൻറ്റി തിരിച്ചു വിളിക്കാതിരിക്കുമോ? നീ ഇപ്പം അവരുടെ മോളല്ലേ. ആ, നിനക്ക് പിന്നെ അസൂയില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. റൂമിന് പുറത്ത് ടേബിളിന് മുകളിൽ കയറിയിരുന്ന് ജൂനിയേഴ്സ് പിള്ളേരുമായിട്ട് സംസാരിക്കുകയായിരുന്നു ഗൗരി. നീതു ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ബെഡിൽ കിടന്ന് ഗൗരിയുടെ ഫോൺ റിങ് ചെയ്യുന്ന കണ്ടു. അവൾ വാതിൽക്കൽ ചെന്ന് നിന്ന് ഫോൺ കാണിച്ച് ഗൗരി അടുത്തേക്ക് വിളിച്ചു. ഹലോ മോൾ, ഒരുപാട് തവണ വിളിച്ചിരുന്നല്ലേ? ഞാൻ ഹോസ്പിറ്റലായിരുന്നു മോളെ, ഇപ്പം എത്തിയതേ ഉള്ളൂ. അയ്യോ ആൻറ്റി, എന്തു പറ്റി? എനിക്കൊന്നും പറ്റിയില്ല. ജിത്തുവിനൊരു ആക്സിഡന്റ്, പേടിക്കാനൊന്നുമില്ല. എവിടെ വെച്ച്? വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയോ? അതല്ല ആൻറ്റി, ഓടിയല്ലേ. സാറിന് എന്തെങ്കിലും പറ്റിയോ? കോളേജിലേക്കുള്ള വരവായിരുന്നു. അതിനിടയ്ക്ക് അവൻ്റെ ഏതോ ഫ്രണ്ടിനെ കണ്ടപ്പോൾ കാറിൽ നിന്ന് ഇറങ്ങി. റോഡ് ക്രോസ് ചെയ്തപ്പോൾ ഒരു കാർ വന്ന് തട്ടിയതാ. അപ്പോൾ തന്നെ അവൻ്റെ ഫ്രണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കുറച്ച് സ്ക്രാച്ച് ഉണ്ട്, പിന്നെ കാലിൽ ബാൻഡേജ് ഇട്ടേക്കുവാ. ഈശ്വരാനുഗ്രഹം കൊണ്ട് അത്രേ സംഭവിച്ചുള്ളൂ. ഞാനിപ്പോൾ ഹോസ്റ്റലിൽ ആൻറ്റി. ഇതിനകത്ത് കയറിയ പിന്നെ ഇറങ്ങുന്ന റിസ്ക്കാണ്. ഞാൻ നാളെ രാവിലെ വീട്ടിലേക്ക് വരാം. അയ്യോ മോള് ബുദ്ധിമുട്ടണ്ട, അവൻ ഓക്കെയാണ്. കോളേജിൽ ആരോടും പറഞ്ഞിട്ടില്ല മോളെ. ഇല്ല ആൻറ്റി, എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. നീ ഇത് ഗൗരിയുടെ അടുത്ത് ചെന്നിരുന്ന് കാര്യം തിരക്കി. എന്താ? എടി, ജിത്തു സാറിന് ഒരു ആക്സിഡന്റ്, പേടിക്കാനൊന്നുമില്ലെന്നാണ് ആൻറ്റി പറഞ്ഞത്. പക്ഷേ എന്താടാ നീ പറ. അന്ന് രാത്രി കുത്താൻ വന്നു, പിന്നെ ഇന്നത്തെ ഈ ആക്സിഡന്റും.
എനിക്കെന്തോ സാറിനോട് അന്നേ കാര്യം പറയാനുള്ളതായിരുന്നു. അതിനിടയിൽ വെറുതെ അങ്ങനെ വട്ടുപിടിപ്പിച്ചു. ഛേ, നീ വിഷമിക്കാതെ. കാർ തട്ടിയെന്നല്ല ആൻറ്റി പറഞ്ഞ് അന്ന് ഉപദ്രവിക്കാൻ ശ്രമിച്ചവരൊന്നും ആവില്ല. അല്ലെങ്കിൽ തന്നെ സാറിനോട് എന്ത് കാര്യത്തിനാ ശത്രുത തോന്നേണ്ടത്? എന്നാലും സപ്പോസ് രണ്ടും കരുതി കൂട്ടി ആരെങ്കിലും ചെയ്താണെങ്കിലോ? അന്ന് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ഇന്നിങ്ങനൊന്നും ഉണ്ടാകാൻ നോക്കായിരുന്നു. അന്ന് ആൻറ്റിയോട് അങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു. അതിന് സാറിനൊന്നും പറ്റിയില്ലല്ലോ. എന്തൊക്കെയോ ഇതിനിടയിൽ ഉണ്ട് നീതു. നീ ഒന്ന് നോക്ക്. അന്ന് എന്നെ കാർ ജസ്റ്റ് ഒന്ന് തട്ടിയതിൻ്റെ പേരിൽ ആരെങ്കിലും സാറിനെ കുത്താൻ നോക്കൂ? അതുമില്ല, ഞാൻ ചെന്നപ്പോൾ അയാൾ മുങ്ങുകയും ചെയ്തു. എൻ്റെ പൊന്ന് ഗൗരി, നീ വെറുതെ സേതുരാമയ്യർ ആവാതെ. നിനക്ക് സാറിൻ്റെ വീട് അറിയാലോ. നാളെ നമുക്ക് പോവാം. സാറിനോട് പറയാൻ ഒരുപാട് നോക്കി, നടന്നില്ല. നാളെ എന്തായാലും നമുക്ക് ആൻറ്റിയോട് പറയാം. ഉറക്കം വരാത്ത കാരണം ഫോൺ നോക്കി കിടക്കുമായിരുന്നു നീതു. അപ്പുറത്തെ ബെഡിൽ അനക്കം കേട്ട് അവൾ ടോർച്ച് ഓണാക്കി ഗൗരിയെ നോക്കി. ഉറക്കം വരാതെ തിരിഞ്ഞു മറിഞ്ഞ് കിടക്കുമായിരുന്നു ഗൗരി. കണ്ണു തുറന്ന് കിടക്കുന്ന ഗൗരിയെ കണ്ട് നീതു അന്തം വിട്ടു. മണി 12. കർത്താവേ, ഇവൾ ഇതുവരെ ഉറങ്ങിയില്ലേ? ഗൗരി, നീ എന്താ ഉറങ്ങാത്തേ? അറിയില്ലടി, ഉറക്കം വരുന്നില്ല. എൻ്റെ പൊന്നെ, നിനക്ക് ഉറക്കം വരുന്നില്ലെന്നോ? എപ്പോൾ ബെഡുണ്ടായാലും നീ ശവ. ഇന്നിപ്പോൾ എന്തു പറ്റി ആവോ? അറിയില്ല, മൈൻഡ് ശരിയല്ല. നീ ഇത് കുറച്ചു നേരം എന്തോ ആവശ്യം ഉണ്ടാകിടുന്നു. ഗൗരി, ആ പറഞ്ഞോടാ. ആർ യു തിങ്കിങ് അബൌട്ട് സംവൺ? പൊന്നു മോളെ ഗൗരി, ഇങ്ങനെ നട്ടപ്പാതിരിക്ക് ഉറക്കില്ലാതെ ഫാൻ നോക്കി കിടന്നിട്ട് മൈൻഡ് ശരിയല്ലെന്ന് പറയുന്നുണ്ടെങ്കിൽ അതും ആരെങ്കിലും കുറിച്ച് ആലോചിച്ചിട്ടാണെങ്കിൽ, നീ ആലോചിക്കുന്ന ആ വ്യക്തി ഒരു യുവ കോമളം കൂടിയാണെങ്കിൽ മോളെ, അതിനൊരർത്ഥേ ഉള്ളൂ. യു ഹാവ് സം വാം ഫീലിങ്സ് ഫോർ ദാറ്റ് പേഴ്സൺ. അത് എന്താണെന്ന് നീ തന്നെ കണ്ടുപിടിക്കണം. ഇതെൻ്റെ തിയറി. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. ലെജൻഡ് സേസ് വെൻ യു കാൺ സ്ലീപ്പ് അറ്റ് നൈറ്റ് ഇറ്റ്സ് ബിക്കോസ് യു ആർ എവേക്ക് ഇൻ സമ്മൺ എൽസ് ഡ്രീം. നിനക്ക് ഉറക്കക്കുറവിൻ്റെ അസുഖമൊന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ ഇതിന് പിന്നിൽ ഈ രണ്ട് കാര്യങ്ങൾ ഏതോ ആണ്. എൻ്റെ നീതു, നിനക്ക് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? കണ്ടാൽ ഒരു ലുക്കില്ലെന്നേ ഉള്ളൂ. ശരിക്കും ഞാനൊരു സംഭവമാണ്. നീ ആയിട്ട് ആരോട് പറയാൻ പോണ്ട. പിന്നെ ഇനി ഫാൻസായി, ഫാൻസ് അസോസിയേഷനായി. എനിക്ക് വയ്യ. യുനോ, പണ്ട് എനിക്ക് പബ്ലിസിറ്റി ഇഷ്ടമല്ല. ഞാൻ ഉറങ്ങി. ഗൗരി ടെഡി ബിയറിനെ കെട്ടിപ്പിടിച്ച് തിരിഞ്ഞു കിടന്നു. ടെഡി മോനെ, സുലൈമാനിക്ക് സമയമായോ? ആ, ഉറപ്പിക്കാൻ വരട്ടെ. കിസ്മത്ത് എന്നൊന്നുണ്ട് ഫൈസി. പിറ്റേന്ന് രാവിലെ നീതുവും ഗൗരിയും അമ്പലത്തിൽ പോയി. അവിടെ വെച്ച് അവർ സുഭദ്രയെ കണ്ടു. ആഹാ, നീതുവും ഉണ്ടോ? മോള് അമ്പലത്തിലൊക്കെ കയറുമോ? എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ രണ്ടുപേരും അമ്പലത്തിലും പള്ളിയിലൊക്കെ പോവും. നിങ്ങൾ തമ്മിൽ നല്ല മനപ്പൊരുത്തമുണ്ട് കേട്ടോ ആൻറ്റി. അതെന്താ നീതു മോളെ നീ അങ്ങനെ പറഞ്ഞ്? കണ്ടില്ലേ, അൺഎക്സ്പെക്റ്റഡ് മീറ്റിംഗ്. സാധാരണ രാവിലത്തെ ഉറക്കം കഴിഞ്ഞുള്ള അമ്പലത്തിൽ പോക്കൊന്നും ഇവൾക്ക് ഇല്ലായിരുന്നതാണ്. ഇന്ന് എന്തോ രാവിലെ എന്നെ വിളിച്ചു നോക്കി അമ്പലത്തിൽ പോവാന്ന് പറഞ്ഞു. ആൻറ്റി, സാറിന് എങ്ങനെയുണ്ട്? അവന് കുഴപ്പമൊന്നുമില്ല മോളെ. കുറച്ച് ദിവസത്തേക്ക് കാലം അനക്കരുതെന്ന് പറഞ്ഞു. എങ്കിലും മനസ്സിനൊരു സമാധാനക്കേട്. അതാ രാവിലെ തന്നെ ദേവിയെ കാണാൻ വന്ന് അവൻ്റെ പേരിൽ അർച്ചന കഴിപ്പിച്ചു. ആൻറ്റി സാറിനോട് എന്തെങ്കിലും പറഞ്ഞു? ഇല്ല, ഒരു രസമല്ലേ മോളെ ഇതൊക്കെ. അതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല. അവനാകെ കിളി പോയി നടപ്പുണ്ട്. ഇപ്പൊ ആശാന് ഭയങ്കര ആലോചന. ചോദിച്ചാൽ പറയും ബിസിനസ്സുകാരിയാണെന്ന്. നീ പറഞ്ഞതോർത്ത് വട്ടി പിടിച്ചിട്ടാ അവൻ നടക്കുന്ന കാര്യം എനിക്കറിയാലോ. ആനി, ഞങ്ങൾ സാറിനെ കാണാൻ വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ആഹാ, എന്നാൽ നിങ്ങൾ തൊഴുതുവാ, ഞാൻ കാറിലിരിക്കാം. അത് വേണ്ട, ആൻറ്റി പോയിക്കോ. അവിടെ സാറ് മാത്രമല്ലേ ഉള്ളൂ, ഞങ്ങൾ വരാം. ശ്രീമംഗലത്തിന് മുന്നിൽ പോലീസ് ജീപ്പ് കിടക്കുന്നുണ്ട്. ഗൗരി നീതുവും പരസ്പരം നോക്കി. ആക്സിഡന്റ് അല്ലായിരുന്നോ? അത് അന്വേഷിക്കാൻ വന്നാവും. അവർ രണ്ടുപേരും അകത്ത് കയറി. ഡ്രോയിങ് റൂമിൽ ആരെയും കണ്ടില്ല. ആൻറ്റി ഇതെവിടെ പോയി? ഒരു കപ്പ് ചായയുമായി കിച്ചണിൽ നിന്ന് സുഭദ്ര അങ്ങോട്ടേക്ക് വന്നു. നിങ്ങൾ എത്തിയോ? ഗൗരിമോൾ എനിക്കൊരു ഹെൽപ്പ് ചെയ്യും. ഈ ചായ ഒന്ന് മുകളിൽ കൊണ്ടുപോയി കൊടുക്കുമോ? വിനോദമോ വന്നിട്ടുണ്ട്. ജിത്തുവിൻ്റെ വല്യമ്മയുടെ മോനാ. ആ ചേട്ടൻ പോലീസിലാണോ? പുറത്ത് ജീപ്പ് കണ്ടു. അതേ മോളെ, നിങ്ങളൊന്നും കഴിച്ചിട്ടില്ലല്ലോ. ഞാൻ ദോശ ഇട്ട് തരാം. ഗൗരിമോള് പോയിട്ട് വാ. അത് ആൻറ്റി, ഞാൻ... മോളെ ഗൗരി, പോയിട്ട് വാ. പോലീസിയായിട്ട് ഉള്ളതുകൊണ്ട് നിന്റെ ഇന്ദ്രേട്ടൻ നിന്നെ ഒന്നും പറയില്ല. ഗൗരി ചായയുമായി മുകളിലേക്ക് പോയി. ആഹാ, ആപ്സ്റ്റെയർ ഇങ്ങനെ ആയിരുന്നു. കൊള്ളാലോ. വിശാലമായ ഹാള്, വാൾ പെയിന്റിങ്സ്. 1, 2, 3, 4 റൂം. ഇതിലേതാണാവോ ഈനാബേസിയുടെ റൂം? വാതിൽ പകുതി ചാരിയുന്ന റൂമിന് മുന്നിൽ അവൾ നിന്നു. ആ, ഇതാണെന്ന് തോന്നുന്നു. അവൾ മെല്ലെ വാതിൽ തുറന്നു. ഒരു ബനിയനും ഷോർട്സും ഇട്ട് കാല് നീട്ടിവെച്ച് ഫോൺ നോക്കി ബെഡിലിരിക്കുകയായിരുന്നു ജിത്തു. വാതിൽ തുറന്ന കണ്ട് അവൻ ഫോണിൽ നിന്ന് തലയുയർത്തി നോക്കി. വാട്ട്, യു ഹിയർ? നീ എന്തിനാ ഇവിടേക്ക് വന്ന്? നിന്നോട് ആരാ എൻ്റെ റൂമിലേക്ക് വരാൻ പറഞ്ഞത്? ഹോ, അഹങ്കാരം. നീ എന്താ നോക്കി നിൽക്കുന്നത്? അപ്പച്ചി, അപ്പച്ചി! കിടന്ന് കാറണ്ട. ഈ ചായ തരാൻ ആൻറ്റിയാ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ട്. ഇവിടെ ഒരു പോലീസുകാരൻ ചേട്ടൻ ഉണ്ടായിരുന്നല്ലോ, എവിടെ? വിനോദേട്ടൻ്റെ ഒരു ഫോൺ വന്നു. നീ ആ ചായ ഇവിടെ വെച്ചേക്ക്.
ഗൗരി കപ്പ് ഡ്രസ്സിംഗ് ടേബിൾ വെച്ചു. സാറിൻ്റെ അനിയ എവിടെ പോയി? എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണാമായിരുന്നു. അനിയനെന്ന് കേട്ടതും ജിത്തു ഒന്ന് ഞെട്ടി. അത് ഞാനില്ലാത്തതുകൊണ്ട് ഇന്നവനെ ഷോപ്പിലേക്ക് പറഞ്ഞു വിട്ടു. ആണോ? എന്നാൽ ശരി. അനിയ ഉച്ചക്ക് ഉണ്ണാൻ വരുമല്ലോ, അപ്പം കണ്ടോളാം. ഇല്ല, അവൻ വരുമ്പോൾ രാത്രിയാവും. അത് സാരമില്ല, വന്ന് കണ്ടിട്ട് ഞാൻ പോകുന്നുള്ളൂ. അതിന് എത്ര ലേറ്റായാലും കുഴപ്പമില്ല. ഇന്നലെ ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയിരുന്നു. ഒന്നും പറഞ്ഞില്ലേ? ആ പറഞ്ഞു. നീ എന്തോ മീഡിയ ഒക്കെ കാണാൻ പോകുന്നല്ലേ പറഞ്ഞത്? നിനക്കെന്തോ വട്ടാണോ? ജിത്തു ദേഷ്യത്തിൽ അവളെ നോക്കി. എന്താ ഒരു അഭിനയം! ഇയാൾക്ക് സിനിമയിൽ ട്രൈ ചെയ്തുകൂടായിരുന്നോ? അതെ, എനിക്ക് വട്ടാ. ഇന്ന് അനിയനെ കാണാൻ ഞാൻ പോകില്ല. എനിക്ക് നീതി കിട്ടും വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. നീ എന്തൊക്കെയായി പറയുന്നത്? നിനക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. ഞാൻ എവിടെ വേണമെങ്കിലും പോകും. സാറിൻ്റെ അനിയൻ എന്നോട് ചെയ്ത് ഞാൻ എല്ലാവരോടും പറയും. ഞാൻ ആൻറ്റിയോട് പറയാൻ പോവാ. എവിടെ പോലീസുകാരൻ ചേട്ടൻ? അങ്ങേരോടും പറയും. എന്നാ നീ പോയി പറയും. നീ പറഞ്ഞ ഉടനെ എല്ലാവരും വിശ്വസിക്കും. വയ്യാത്ത കാലാണെന്ന് നീ നോക്കില്ല. ഇത് വെച്ചൊരു ചവിട്ട് തരും. ഏയ് ട്രാഫിക് റൂൾസ്! രണ്ടുപേരുടെയും നോട്ടം ബാൽക്കണിയിലേക്ക് നീങ്ങി. ഏയ് കാന്താരി, നീ എന്താ ഇവിടെ? വിനോദ് സർ, വല്യമ്മയുടെ മോൻ. അതെ, ഞാൻ തന്നെയാ. ഏട്ടന് ഇവിടെ അറിയാമോ? പിന്നെ ഞങ്ങൾ തമ്മിൽ ട്രാഫിക്കിൽ വെച്ചുള്ള പരിചയ അല്ലേ? പിന്നെ തൊഴിലുറപ്പൊക്കെ എങ്ങനെ? ഇന്ന് പോകണ്ടായിരുന്നോ? ഗൗരി വിനോദിനെ നോക്കി ഇളിച്ചു കാണിച്ചു. അവൻ പറഞ്ഞൊന്നും മനസ്സിലാവാതെ ജിത്തു അവർ രണ്ടുപേരെയും മാറി മാറി നോക്കി. ട്രാഫിക്, തൊഴിലുറപ്പ്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഗൗരി അവന് ട്രാഫിക് റൂൾസ് പഠിപ്പിച്ചു കൊടുത്ത സംഭവം വിനോദ് ജിത്തുവിനോട് പറഞ്ഞു. അതൊക്കെ പോട്ടെ, ഇവളെന്താ ജിത്തു ഇവിടെ? ഏട്ടന് മനസ്സിലായില്ലേ? ഇതാണ് ആ വട്ട് കേസ് ഗൗരി. ആഹാ, ഇവളായിരുന്നോ? ബെസ്റ്റ്. എൻ്റെ ജിത്തു, നിനക്ക് ആള് മാറിപ്പോയി മോനെ. സാധാരണ ആളുകൾക്ക് പോലീസിനെ കണ്ടാലേ പേടിയാ, ഇവൾക്ക് അതുമില്ല. എന്താടിന്ന് ചോദിച്ചാ എന്താടാന്ന് തിരിച്ചു ചോദിക്കുന്ന മോളാണിത്. നീ ഇത് വിളിക്കുന്ന കേട്ട് അവൾ അവരെ നോക്കി ചിരിച്ചുകൊണ്ട് താഴേക്ക് പോയി. ഡാ ജിത്തു, അപ്പൊ ഇവളെ പറ്റിയായിരുന്നല്ലേ നീ ഇത്ര നാളും പറഞ്ഞ്? അവൾക്ക് പണിയെടുക്കാൻ പോയി അവസാനം നിനക്ക് അവൾ തന്ന പണി എന്തായാലും കൊള്ളാം. ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ, ശരിക്കും അന്ന് രാത്രി നീ കാല് വെച്ച് അവളെ വല്ലതും ചെയ്തോ? എൻ്റെ പൊന്നേട്ടാ, എനിക്കൊന്നും ഓർമ്മയില്ല. ആകെ വട്ടുപിടിച്ച് നടക്കുവാൻ. ഏട്ടനറിയാലോ, ഞാൻ ഇതിനു മുമ്പ് പെൺപിള്ളേരെ കണ്ടിട്ടില്ലാത്ത ഒരാളല്ല. ആര്യ പോയ ശേഷം ഞാൻ സിംഗപ്പൂർക്ക് പോയി. അവിടെ എനിക്ക് ഫ്രണ്ട്സായും കൊളീഗ്സായിട്ടും ഒരുപാട് ഗേൾസ് ഉണ്ടായിരുന്നു. അവരാരോടും ഞാൻ മോശമായിട്ട് പെരുമാറിയിട്ടില്ല. ഞാനന്ന് നല്ല ഓവറായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഒരു പേടി. ആര്യ എന്ന് അവളെ വിളിച്ചു എന്നാ ഗൗരി പറയണേ. ഐ ഡോണ്ട് നോ. വിനോദ് കുറച്ചു നേരം ജിത്തുവിനെ നോക്കിയിരുന്നു. ഓഹോ, എന്നാൽ എൻ്റെ പോലീസ് മൈൻഡ് തോന്നിയൊരു കാര്യം പറയട്ടെ. നീയും ആര്യയായിട്ടുള്ള റിലേഷൻ അവസാനിച്ചിട്ട് കുറേ നാളായി. നിനക്കാണെങ്കിൽ ആര്യയോട് ദേഷ്യവും. അന്ന് നീ കുടിച്ച പോലും അവളോട് ഫാമിലിയോടുള്ള ദേഷ്യത്തിലല്ലേ? പഴയ കാര്യങ്ങൾ ഓർത്തിട്ടല്ലേ? അങ്ങനെയെങ്കിൽ ആര്യെന്ന് വിളിച്ച് നീ അവളെ കൊല്ലാൻ ശ്രമിച്ചാലും വേറൊന്നും ചെയ്യില്ല. അപ്പൊ ഗൗരി കള്ളം പറയാണോ? മിക്കവാറും. നീ ഒരാളെ ഉള്ളൂ എന്ന് അവൾ അറിഞ്ഞു കാണും. അപ്പൊ നീ അവളെ പറ്റിച്ച അതേ നാണയത്തിൽ തന്നെ അവൾ നിനക്കിട്ട് തിരിച്ച് പണിത്. എനിക്ക് ഉറപ്പില്ല, ഇതെൻ്റെ ഒരു അസംഷൻ മാത്രം. അപ്പച്ചിക്ക് അവളെ ഭയങ്കര കാര്യമാണ്. പക്ഷെ അപ്പ അവളോടൊന്നും പറഞ്ഞിട്ടില്ലെന്നാ എന്നോട് പറഞ്ഞ്. നിന്നറിയുന്ന വേറെ ആരോടെങ്കിലും ചോദിച്ചാൽ പോരെ? ആൻറ്റി തന്നെ പറയണോ? അതും ശരിയാ. ഇതിപ്പോൾ എനിക്ക് വട്ടാവുന്ന തോന്നുന്നു. പിന്നെ ഇപ്പോൾ കുറച്ച് എൻജോയ്മെൻ്റ് ഉണ്ട്. എന്തായാലും അവൾ കൊള്ളാം. ഈനാമ്പേച്ചിക്ക് മരപ്പട്ടി കൂട്ട്. എന്നാൽ ശരി, ഞാൻ ഇറങ്ങുക. ഇന്ന് രാജ്ഭവന് മുമ്പിലാണ് ഡ്യൂട്ടി. വിനോദ് സ്റ്റെയറിംഗ് വരുന്നുണ്ട് ഗൗരി അവൻ്റെ അടുത്തേക്ക് എന്നു. ഓട്ടെ, ട്രാഫിക് റൂൾസ്. സർ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ജിത്തു സാറിന് ശത്രുക്കളുണ്ടോ? ശത്രുക്കളോ? അതെന്താ നീ അങ്ങനെ ചോദിച്ച്? അന്ന് രാത്രി ഞാൻ ജിത്തു സാറിനെ വീട്ടിൽ കൊണ്ടാക്കിയില്ലേ? എല്ലാ കാര്യവും ആൻറ്റിയോട് പറഞ്ഞെങ്കിലും ഒന്ന് മാത്രം ഞാൻ പറഞ്ഞില്ല. ഞാൻ അവിടെ എത്തുമ്പോൾ സാറിന് അവരെല്ലാം കൂടി വട്ടം പിടിച്ച് വെച്ചിരിക്കുകയായിരുന്നു. കാര്യം മനസ്സിലാവാൻ കുറച്ചു നേരം ഞാൻ അവിടെ നിന്നു. അപ്പോഴാണ് ആ കൂട്ടത്തിൽ ഒരാൾ കത്തിയെടുത്ത് സാറിനെ കുത്താൻ വന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, ഞാൻ പെട്ടെന്ന് സാറിൻ്റെ അടുത്തേക്ക് പോയി. അപ്പം എനിക്ക് സാറിൻ്റെ ഭാര്യയാണെന്ന് പറയാനാണ് തോന്നിയത്. അവരോട് ക്ഷമ പറയുന്നതിനിടയിൽ ഞാൻ അയാളെ നോക്കി. പക്ഷെ നിന്ന നിൽപ്പിൽ അയാൾ അപ്രത്യക്ഷനായി. ഗൗരി പറഞ്ഞു കേട്ട് വിനോദ് നെറ്റിച്ച് വിളിച്ചു. കൊള്ളാം, ആരുടെ ബുദ്ധിയിൽ തെളിഞ്ഞതാ ഈ കഥ? പുച്ഛത്തോടെയുള്ള അവൻ്റെ ചോദ്യം കേട്ട് ഗൗരിക്ക് ചൊറിഞ്ഞു വന്നു. എങ്കിലും അവൾ ക്ഷമയോട് അവനോട് സംസാരിച്ചു. ഞാൻ എന്തിനാ സാർ കള്ളം പറയുന്നത്? ഇത് പറയാൻ ഞാൻ ജിത്തു സാറിൻ്റെ അടുത്തേക്ക് പലതവണ പോയതാ, പക്ഷെ പറയാൻ പറ്റിയില്ല. ഇപ്പം ഇങ്ങനൊരു ആക്സിഡൻറ്റ് എനിക്കെന്തോ ആരെങ്കിലും മനഃപൂർവ്വം ചെയ്യുന്നതാണെന്നൊരു ഡൗട്ട്. അതാ ഞാൻ ജിത്തു സാറിന് ശത്രുക്കളുണ്ടോ എന്ന് ചോദിച്ചത്. ജിത്തു സാറിനോട് പറയാമെന്ന് വെച്ചാൽ ഇതൊന്നും കേൾക്കാൻ കൂടി നിന്നേരില്ല. ഇപ്പം സാറ് പോലും ചോദിച്ചില്ലേ ഞാൻ മെനഞ്ഞെടുത്ത കള്ളക്കഥയാണോ എന്ന്. അപ്പോൾ പിന്നെ അകത്ത് കിടക്കുന്ന ആ സാധനത്തിൻ്റെ കാര്യം പറയണം. ഇന്നത് ആൻറ്റിയോടെങ്കിലും പറയണമെന്ന് ഉറപ്പിച്ചാൽ ഞാൻ ഇവിടേക്ക് വന്നു തന്നെ. അല്ല, നിനക്കെന്താ ജിത്തുവിൻ്റെ കാര്യത്തിൽ ഇത്രയ്ക്ക് ഉത്കണ്ഠ? അത് ഞാൻ തുടരും. ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.